നമസ്കാരം. പാഥേയത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ഗവിയിലേക്കാണ്. KSRTCയുടെ ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ഈരാറ്റുപേട്ട ഡിപ്പോയിൽ നിന്നുള്ള ഗവി യാത്രയിലാണ് നമ്മളിപ്പോൾ. അടവിയിലെ കുട്ടവഞ്ചി സഫാരിയും പിന്നീട് കാട്ടിനുള്ളിലൂടെ ആനവണ്ടിയിൽ ഒരു പകൽ മുഴുവൻ നീളുന്ന യാത്ര. കാടും കാട്ടാറും മഞ്ഞും മലയും കണ്ട്, കാടറിഞ്ഞ് കാണാത്ത കാഴ്ചകൾ കണ്ട് പ്രകൃതിയുടെ ഹൃദയത്തിലൂടെയുള്ള ഒരു യാത്ര. ബൈബിളിൽ പരാമർശിച്ചിട്ടുള്ള ഗോഫർ മരം, നിരവധി ഡാമുകൾ, വന്യമൃഗങ്ങൾ, എക്കോ പോയിന്റ്, രുദ്രാക്ഷ മരം, ദേവദാരു, കുന്തിരിക്ക മരം, മണിയടിപ്പാലം തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത കാഴ്ചകൾ കണ്ട് കക്കി ഡാമിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ച് പ്രകൃതിയെ തൊട്ടറിഞ്ഞ് എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു യാത്ര. അപ്പോൾ റെഡിയല്ലേ? ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈരാറ്റുപേട്ട KSRTC സ്റ്റാൻഡിലാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 4:45 നമുക്ക് പോകാനുള്ള വണ്ടി അവിടെ കിടപ്പുണ്ട്. അതേ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ആൾക്കാരൊക്കെ വണ്ടിയിൽ കുറച്ച് പേര് കയറി ഇരിപ്പുണ്ട്. ഈ വണ്ടിയിലാണ് നമ്മളിപ്പോൾ പത്തനംതിട്ട വരെ പോകുന്നത്. പത്തനംതിട്ടയിൽ നിന്നും വേറൊരു വണ്ടിയിൽ കയറിയിട്ടായിരിക്കും നമ്മൾ ഗവിയിലേക്ക് പോകുന്നത്. ആ വണ്ടിയിൽ എന്നിട്ട് നമ്മൾ മുണ്ടക്കയം വരെ വരും. അപ്പോൾ ഈ പോകുന്ന വണ്ടി പത്തനംതിട്ടയിൽ നിന്നും മുണ്ടക്കയത്തേക്ക് വരും. അവിടെ നമ്മൾ ഈ വണ്ടിയിൽ തിരിച്ചിങ്ങോട്ട് വരും. ഗവിക്ക് പോകുന്ന വണ്ടി നമ്മളെ മുണ്ടക്കയത്തിറക്കി വിട്ടിട്ട് തിരിച്ച് പത്തനംതിട്ടയ്ക്ക് പോകും. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിക്കകത്തേക്ക് കയറിയപ്പോഴത്തേക്കും ആൾക്കാരെല്ലാവരും തന്നെ കയറി ഇരിപ്പുണ്ട്. നേരത്തെ വന്ന് സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റിലാണ് ഇരിക്കുന്നത്. ഡെന്നിച്ചൻ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് ബിനോയ് ചേട്ടനും ജ്യേഷ്ഠൻ ചേട്ടനുമാണ്. അവരുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ കൃത്യം 5 മണി ആയപ്പോൾ തന്നെ വണ്ടി എടുത്തു കേട്ടോ. കറക്റ്റ് 5 മണിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി നേരെ പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. കാലാവസ്ഥയൊക്കെ അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ പോലും കുഴപ്പമില്ല, നല്ല ട്രിപ്പാണ്. പിന്നെ രാവിലെ നമ്മൾ നേരെ പത്തനംതിട്ടയ്ക്ക് പോവുകയാണ്. പത്തനംതിട്ടയിൽ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അതിനുശേഷം നമ്മൾ ബസ് മാറുകയാണ്. ഈ ബസ് അവിടെ കിടന്ന് വെച്ച് നമ്മൾ ആ ബസ്സുമായിട്ടാണ് പിന്നെ കാട്ടിലേക്ക് കയറുന്നത്. അവിടെ നേരെ പരുന്തന്മാറയില്ല ലാസ്റ്റ് ട്രിപ്പ്. അവിടെ നിന്ന് ഇറങ്ങി വന്ന് മുണ്ടക്കയത്ത് വരുമ്പോൾ ഈ ബസ് മുണ്ടക്കയത്ത് കാണും. അങ്ങനെ പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്തെടുത്തിട്ട് പോരുകയാണ്. അപ്പോൾ രാവിലെ പത്തനംതിട്ട ചെന്ന് കാപ്പിയെല്ലാം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആങ്ങപ്പുഴി സ്ഥലത്തുനിന്ന് ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് ഒരു 90 കിലോമീറ്ററോളം നമ്മൾ വനത്തിക്കൂടെ തന്നെയാണ് യാത്ര. രാവിലെ വനത്തിൽ കയറിയാൽ പിന്നെ വൈകുന്നേരം നമ്മൾ വനത്തിൽ ഇറങ്ങുള്ളൂ. അപ്പോൾ ഏകദേശം ഫുൾ ടൈം ഏകദേശം വനത്തിലൂടെയുള്ള യാത്രകളാണ് നമ്മൾ ഇന്ന് ആസ്വദിക്കാൻ പോകുന്നത്. ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഗവി എന്ന് പറഞ്ഞത്. നല്ല ചെറിയ ഷൂട്ടിങ്ങിനുണ്ട്. വാഗമൺ ട്രിപ്പ് ഡാമൊക്കെ അതിനകത്തുണ്ട്. കാണാൻ പോകുന്ന വഴിക്കൊക്കെ കാണാം. പിന്നെ ആകംവഴി നമുക്കൊരു ഗൈഡുണ്ട്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗൈഡാണ്. ഗൈഡ് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഉച്ചയ്ക്ക് ഫുഡ് നമുക്ക് കിട്ടും. അത് ഹോട്ടലൊന്നുമില്ല, KSIBയുടെ ഒരു ക്യാൻറ്റീനാണ്. ഫുൾ വനത്തിലാണ്. അപ്പം ഡാമിൽ നിന്നുള്ള മീൻ വറുത്ത കൂട്ടി ഫുഡ് കഴിക്കാം. അങ്ങനെ നമ്മളിതാ പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 6:35. നമ്മൾ 1.5 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തി. സൂര്യനൊക്കെ ഇവിടെ നിന്ന് ഉദിച്ചു വരുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മൾ വന്ന വണ്ടി. അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഗവി എന്നെഴുതിയിരിക്കുന്ന ഈ വണ്ടിയിലാണ് നമ്മളിനി ഗവിയിലൂടെ യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ തൊട്ടടുത്ത് തന്നെ പത്തനംതിട്ട സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലിൽ നമ്മളിപ്പം ഫുഡ് കഴിക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹോട്ടലാണ്. സീറ്റിംഗൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പം നമ്മൾ രാവിലെ അപ്പവും മുട്ടക്കറിയും നമ്മൾ ഓർഡർ ചെയ്ത് ഞങ്ങൾ 4 പേരും അപ്പം മുട്ടക്കറിയും കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഫുഡ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരുപാട് ട്രിപ്പുകൾ നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഗവി അതിലൊരു എടുത്തു പറയേണ്ട ഒരു ട്രിപ്പാണ്. കാരണം കൂടുതൽ ആൾക്കാരും എൻക്വയറി ഗവിക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ ഏകദേശം 90 കിലോമീറ്ററോളം വനത്തിൽ കൂടെയുള്ള യാത്രയാണ് ഗവി ഉദ്ദേശിക്കുന്നത്. എല്ലാവരും വനം ആസ്വദിക്കുക, വനത്തെപ്പറ്റി അറിയുക. അതുപോലെ അതിനകത്തൊരു 5 ഡാമുണ്ട്. കക്കി ഡാം ഉൾപ്പെടെ 5 ഡാമുണ്ട്. ആ ഡാം കണ്ട് ഡാമിലെ മീനെല്ലാം കഴിച്ചുള്ള യാത്രക്കാരെ വളരെയധികം അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ കണ്ണിന് കുളിർമയേകുന്നതൊക്കെയാണ്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ഈരാറ്റുപേട്ടയിൽ നിന്നും അഷ്ടമുടി, അതുപോലെ ചതുരംഗപ്പാറ, കാന്തല്ലൂർ, മറയൂർ, അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും നമ്മുടെ ട്രിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അത് മുടക്കം കൂടാതെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടും ഈരാറ്റുപേട്ട
ബഡ്ജറ്റ് ടൂറിസം ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാരും ആകർഷിക്കുന്നതും ഇതുപോലുള്ള ബഡ്ജറ്റ് ടൂറിസം മേഖലയെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് ഒത്തിരി എൻക്വയറി നമുക്ക് ലഭിക്കാറുണ്ട്. അത് രാവിലെ നേരെ കുട്ടവഞ്ചി സവാരി അടവി കുട്ടവഞ്ചി സവാരി കഴിഞ്ഞ് നേരെ ആങ്ങമൂടി ചെക്ക് പോസ്റ്റ് വന്ന് പാസ് എടുത്തിട്ട് നമ്മൾ നേരെ ഗവിക്ക് കയറും. ഗവിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ള 5 ഡാം, വ്യൂ പോയിൻറ്റുകൾ, 5 ഡാമുകൾ, ഉച്ചക്കത്തെ ഫുഡ് ഇതെല്ലാം ചേർത്തുള്ള പാക്കേജാണ്. പിന്നെ കാണാനുള്ള കുറേ മരങ്ങളുണ്ട്. നമുക്ക് ഔഷധ വസ്തുക്കൾ, ഒരു 150-ൽ പരം ചിത്രശലഭങ്ങൾ, ഭാഗ്യമുണ്ട് നമുക്ക് കാണാൻ പറ്റും. വന്യമൃഗങ്ങളെ എല്ലാം സിംഹം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും കാണാൻ പറ്റും. പിന്നെ ഡാം, നമ്മുടെ ബൈബിളിൽ പറയുന്ന ഗോഫർ മരം, യൂക്കാലിസ് മരം, പിന്നെ നമ്മുടെ കുന്തിരിക്ക മരം, വൈറ്റും ബ്ലാക്കും 2 ടൈപ്പ് മരം, ഇതൊക്കെ കാണാറുണ്ട്. കുറേ കാഴ്ചകളുണ്ട് നമുക്ക് കാണാം. എല്ലാ സ്പോട്ടിലും നിർത്തേണ്ട അടുത്തെല്ലാം നിർത്തി നമ്മൾ യാത്രക്കാരെ ഇറക്കി കാണിച്ച് കയറ്റി ഫോട്ടോ ഒക്കെ എടുത്ത് ചെറുകയാണ് വരുന്നത്. അല്ല ബസ് പോകുന്ന സർവീസ് ബസ് പോകുന്ന പോലെയല്ല നമ്മൾ പാക്കേജ് ചെയ്യും. എല്ലായിടത്തും നിർത്തി അവർക്ക് കാണാനുള്ള സമയം കൊടുത്ത് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്ത് ഒക്കെ എല്ലാ ഡിപ്പോയും, കേരളത്തിലെ എല്ലാ ഡിപ്പോയിൽ നിന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നാണെങ്കിൽ ഡെയിലി ഉണ്ടാവും. മറ്റ് ഡിപ്പോകളിൽ നിന്നാണെങ്കിൽ മാസം ചിലപ്പോൾ 1-2 കാണുള്ളൂ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വീണ്ടും ബസ്സിൽ കയറി. അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകുന്നത് അടവി ഇക്കോ ടൂറിസത്തിലേക്കാണ്. അവിടെ നമ്മൾ കുട്ടവഞ്ചി സവാരി നടത്താനായിട്ട് പോവുകയാണ്. ഇതാണ് അടവി എക്കോ ടൂറിസത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും താഴേക്ക് ഇറങ്ങി കുട്ടവഞ്ചി സവാരി നടത്താൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. നമ്മുടെ ടിക്കറ്റൊക്കെ നേരത്തെ ഓൾറെഡി എടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്കിവിടെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ KSRTCയുടെ ബജറ്റ് ടൂറിസത്തിൽ ടിക്കറ്റ് ഗവി യാത്ര ബുക്ക് ചെയ്യുമ്പോൾ അത് ഈ അടവി കുട്ടവഞ്ചി സവാരിക്കുള്ള ടിക്കറ്റോട് കൂട്ടിയാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. ഈ ഇരിക്കുന്ന കുട്ടവഞ്ചികളൊക്കെ കണ്ടോ, ഇതിലാണ് നമ്മൾ സവാരി നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ KSRTCയുടെ തന്നെ വേറെ 2 വണ്ടികൾ കൂടി നമുക്ക് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഓൾറെഡി സവാരി നടത്താനായിട്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. എന്താ ഒരു ചേട്ടൻ എടുത്തുകൊണ്ട് പോകുന്നതുണ്ടോ, അതാണ് ഈ കുട്ടവഞ്ചി എന്ന് പറയുന്നത്. അതിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അതിന്. അപ്പം നമ്മൾ അതിൽ കയറിയിട്ടാണ് ഇപ്പോൾ സവാരി നടത്താനായിട്ട് പോകുന്നത്. അതേ ജാക്കറ്റൊക്കെ ഇട്ട ആൾക്കാരൊക്കെ അവിടെ കയറുന്നുണ്ട്. ആൾക്കാരൊക്കെ അതിലേക്ക് പോകുന്നു. ഓൾറെഡി 2 വണ്ടിയിലെ ആൾക്കാർ ഇപ്പോൾ സവാരി നടത്താനായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇതാ ഇവിടെ കുറച്ച് പേര് ജാക്കറ്റൊക്കെ ഇട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ട്. അവർ ഈ കുട്ടവഞ്ചിയൊക്കെ റെഡി ആക്കുന്നതേ ഉള്ളൂ. അത് ഇരിക്കാനുള്ള സീറ്റൊക്കെ ഇട്ട് റെഡി ആക്കുന്നതേ ഉള്ളൂ. അവിടെ ഒന്ന് വേണേൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ കേട്ടോ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേനൽക്കാലത്ത് വെള്ളം തടഞ്ഞു നിർത്തുന്നതിനുള്ള തടയണയാണ്. അവൻ നടുഭാഗത്ത് പൊട്ടിച്ച് വിട്ടിരിക്കുന്നുണ്ടോ. ഇപ്പോൾ അത്യാവശ്യം വെള്ളം ഉള്ളതുകൊണ്ട് കെട്ടി നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. വേനൽക്കാലത്താണല്ലോ കെട്ടി നിർത്തി കുട്ടവഞ്ചി സവാരി നടത്താൻ വേണ്ടിയിട്ട് വെള്ളം നമുക്ക് ആവശ്യമുള്ളത്. ഏതാണ്ട് 27ഓളം കുട്ടവഞ്ചികളാണ് ഇവിടെ ഉള്ളത്. ഓരോന്നത്തിലൊക്കെ കയറിയിട്ട് ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ട് മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 4 പേർക്കാണ് ഇതിൽ കയറാവുന്നത് കേട്ടോ. 4 പേർക്കും ഒരു കുട്ടിക്കും ഇതിൽ കയറാം. 600 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ശരിക്കും നല്ലൊരു വൈബാണ് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. നല്ലൊരു കാമാൻകോയറ്റ് അന്തരീക്ഷം. നമ്മുടെ കൂടെ വന്ന ആദ്യത്തെ 4 പേര് കുട്ടവഞ്ചിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവർ ആദ്യത്തെ ട്രിപ്പായിട്ട് അവരാണ് പോകുന്നത് നമ്മുടെ കൂടെ നിന്ന്. ഇവിടെ നല്ലൊരു കാമാൻകോയറ്റായിട്ടുള്ള അന്തരീക്ഷമാണ് കേട്ടോ. ഈ വനത്തിൽ നിന്ന് കിളികളുടെ ശബ്ദവും ഏർലി മോർണിംഗിലെ സൺലൈറ്റും ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ലൊരു ഫീലാണ് രാവിലെ ഇവിടെ നിൽക്കുമ്പോൾ. വെള്ളത്തിന് വലിയ ഒഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന നിശ്ചലമായിട്ട് വെള്ളം കിടക്കുന്ന പോലെ ഒരു ഫീലില്ലേ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിൽക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഊഴം വന്നു. നമ്മളിതാ കുട്ടവഞ്ചിയിലേക്ക് കയറാൻ പോവുകയാണ്. ചേട്ടൻ ഇങ്ങനെ അതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് കയറ്റി അതിലിരുത്തും. എന്നിട്ട് നമ്മൾ ആ കുട്ടവഞ്ചി ഇങ്ങനെ വട്ടം കറക്കും. അപ്പോൾ അടുത്ത ആൾക്ക് അടുത്ത സീറ്റിൽ വന്നിട്ട് ഇരിക്കാം. ഈ സീറ്റ് ഇട്ടിരിക്കുന്ന ബാലൻസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അവർ പറയുന്ന അതേ പൊസിഷനിൽ തന്നെ ഇരിക്കണമെന്നാണ് പറയുന്നത്, വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ സൈഡിലേക്ക് ചെരിയാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റിൻ ചേട്ടനുണ്ട്, ബിനോയ് ചേട്ടനുണ്ട്, ഡെന്നിച്ചനുണ്ട്, ഞാനുണ്ട്. അപ്പം നമ്മൾ ബോട്ടിൽ കയറി. അപ്പം നമ്മൾ ഇതാ മുകളിലേക്ക് പോകാൻ പോവാണ്. വലിയ വെള്ളമൊക്കെ വരുന്ന സമയത്ത് വലിയ വെള്ളം വരുന്നതെന്ന് പറഞ്ഞാൽ ഇല്ല വേര് കിടക്കുന്നത് അവിടുന്ന് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. ആ സമയത്ത് പരിപാടിയുണ്ട്. പിന്നെ ജില്ലയ്ക്ക് റെഡ് അലേർട്ടാണ് നിർത്തി. എല്ലാ ജീവികളും ഉണ്ട്. ആന, പുലി, കടുവ, കരടി, എല്ലാ ഐറ്റം നമ്മുടെ കേരള വനത്തിലുള്ള എല്ലാ ജീവികളും. വേനക്ക് ഇവിടുത്തെ വെള്ളം തീരെ പറ്റി പോവോ? എപ്പോഴും കാണും ഈ നമ്മുടെ തുഴയുന്ന ചേട്ടനുണ്ടല്ലോ, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു തരും കേട്ടോ. കാരണം ഈ നമ്മൾ പോകുന്ന ഇതിനപ്പുറം ഇപ്പുറം എന്ന് പറയുന്നത് കാടാണ്. ആന, കടുവ, പുലി, കരടിയൊക്കെ ഉള്ള കാടാണിത്. അപ്പോൾ മൃഗങ്ങളെയൊക്കെ ഇടയ്ക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ചിലർ മിക്കവാറും ഉള്ള യാത്രയിലൊക്കെ കാണാറുണ്ടെന്നാണ് പറയുന്നത്. ആ ചേട്ടൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അവിടെ നിൽക്കുന്ന ഓരോ മരങ്ങളുടെ പേരും അതെന്തൊക്കെയാണ്, ഔഷധ സസ്യങ്ങളുണ്ട്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് പോകുന്നത്. നമുക്ക് മുമ്പേ പോയ ആൾക്കാരൊക്കെ ഇതേ താഴേക്ക് തിരിച്ചു പോകുന്നുണ്ട്.
ട്രിപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് മുകളിൽ ചെല്ലുന്നു, അവിടെ ഒന്ന് വട്ടം കറക്കും, അതുകൊണ്ട് നമുക്ക് നേരെ തിരിച്ച് താഴോട്ട് പോകും. അതാണ് കുട്ടവഞ്ചി സവാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെ ഈ ആയുർവേദ മരുന്നുകളിൽ വരുന്നു. രണ്ടാമത് ഇരിപ്പ എന്ന് പറയുന്ന ഈ അശോകത്തിൻ്റെ വർഗത്തിൽപ്പെട്ട നല്ല രസമുണ്ടല്ലേ, രാവിലത്തെ ലൈറ്റൊക്കെ ഇങ്ങനെ ആ മരത്തിലൊക്കെ തട്ടി ഇങ്ങനെ നിൽക്കുന്നത്. ഇത് അവിടെ നിൽക്കുന്ന മരത്തിൽ തൊലി പോയിരിക്കുന്നത് കണ്ടോ, ആന ഉരഞ്ഞതാണെന്നാണ് പറയുന്നത്. ആന ദേഹം ഇട്ടിങ്ങനെ മരത്തിലിട്ട് ഉരയ്ക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇത് അതുകൊണ്ടോ, ആ പാട് കൊണ്ടോ, ആന ഇറങ്ങിപ്പോയ പാടാണെന്ന് ആ ചേട്ടൻ പറഞ്ഞത്. ഇന്നലെ ഇറങ്ങിപ്പോയതാന്ന്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 6 ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ കാട്ടിലോട്ട് കയറും. അങ്ങനെ ആന ക്രോസ് ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുട്ടവഞ്ചി സവാരിയൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് വീണ്ടും താഴേക്ക് വന്നു. ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത്. ഈ കുട്ടവഞ്ചിയൊക്കെ അടുക്കി വെക്കുന്ന സ്ഥലമാണേ. ഇവിടെ ഒരു ഊഞ്ഞാലാടാനുള്ളൊരു സ്ഥലമുണ്ട്. നമുക്ക് മുമ്പേ വന്ന ടൂറിസ്റ്റുകളെന്ന് തോന്നുന്നു, അവരവിടെ ഒന്ന് ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട്, അത്യാവശ്യം ചായ കാപ്പിയൊക്കെ വേണമെങ്കിൽ ഇവിടെ കിട്ടും. അതുകൊണ്ട് തൊട്ട് ചേർന്ന് തന്നെ ചെറിയൊരു ഗാർഡൻ ഉണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ്. ഇവിടെ ഒരു ഇല്ലിക്കാടൊക്കെ ഉണ്ട്, അതിനകത്ത് കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടേക്ക് ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് നല്ല സ്റ്റൈലായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷേ ഇപ്പോൾ നല്ല മഴ പെയ്തിരുന്നതുകൊണ്ട് അവിടെ എല്ലാപ്പടി വെള്ളമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ബെഞ്ചിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. വെയിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ അതൊക്കെ ഓക്കെ ആയിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ ഇല്ലിക്കാട് നല്ല രസമുണ്ട് കേട്ടോ, ഒരു വെറൈറ്റി ഇല്ലിക്കൂട്ടം. അപ്പോൾ നമ്മൾ അവിടുന്ന് കുട്ടവഞ്ചി സവാരിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും വണ്ടിയിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിനി ആങ്ങാമൂഴി ചെക്ക് പോസ്റ്റിലേക്കാണ് പോകുന്നത്. നമുക്ക് പാടാം, സങ്കടം മല പോലെ പെയ്യുമ്പോ നമുക്ക് പാടാം. അപ്പോൾ നമ്മൾ ആങ്ങാമൂഴി ചെക്ക് പോസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പോകുന്ന വഴിയിൽ നമ്മൾ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചിട്ടാണ് പോകുന്നത്. എല്ലാവരും നല്ല അടിപൊളി വൈബിലാണ്. അങ്ങനെ നമ്മളിത് ആങ്ങാമൂഴി ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട്. അവിടെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് വാഷ്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ വാഷ്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ യൂസ് ചെയ്യാം. പേ ആൻഡ് യൂസ് ആണ്. ഇത് അവിടെയാണ് നമുക്ക് പാസ് എടുക്കാനുള്ള സ്ഥലം. ഇപ്പം നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആങ്ങാമൂഴി ചെക്ക് പോസ്റ്റിൽ നിന്നും പാസ്സൊക്കെ എടുത്ത് നമ്മളിതാ ഗവിയിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഗൈഡ് കൂടി നമ്മുടെ കൂടെ വണ്ടിയിൽ കയറും. അപ്പോൾ നമ്മളിതാ സാബു സാറാണ് നമ്മുടെ കൂടെ ഇന്ന് വണ്ടിയിലുള്ളത്. അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെക്കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ സാബു സാറ് നമുക്ക് പറഞ്ഞു തരും. ആന ഈറ്റയൊക്കെ ഓടിച്ച് 2 സൈഡിലും ഇട്ടിട്ടുണ്ട്. വീതി കുറഞ്ഞ റോഡാണ്. അപ്പോൾ ഈറ്റക്കൊക്കെ വണ്ടിക്ക് അകത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതാ വല്ല കമ്പുമെല്ലാം വന്നാൽ നിങ്ങൾ കൈകൊണ്ട് തടയാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ മുഖം മാറ്റുകയോ ചെയ്യാവുള്ളൂ. ഈറ്റക്കമ്പാണ്, കൈകൊണ്ട് തടഞ്ഞാൽ കൈ മുറിയും. അതുപോലെ തന്നെ ഗവി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മുക്ത മേഖലയാണ്. അങ്ങനെ ഇപ്പം ചെറിയ കുപ്പികളിലും സ്നാക്സും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കാര്യമായി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഏക പരിപാടി നേരെ പുറത്തേക്ക് കളയും. എന്നാൽ ഈ ട്രിപ്പിൽ അങ്ങനെ കളിച്ചാൽ നിങ്ങൾ ചെയ്യരുത്. അത് വണ്ടിക്കകത്ത് തന്നെ ഉപയോഗിച്ചോളുക. യാതൊരു കാരണവശാലും പ്ലാസ്റ്റിക്കിൻ്റെ യാതൊരു സാധനങ്ങളും നിങ്ങൾ പുറത്തേക്ക് കളയരുത്. ഗവി എന്ന് പറയുന്നത് ലോക പൈതൃക പട്ടികയിൽ യുനെസ്കോ മാർക്ക് ചെയ്തിരിക്കുന്നതിൽ 7ാം സ്ഥാനമാണ് ഗവിക്കുള്ളത്. അത് ഗവിയുടെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. ഗവിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വിഭിന്നമായിട്ടാണ് 252 തരം പക്ഷികളും 149 ചിത്രശലഭങ്ങളും 49 പാമ്പുമുഖങ്ങളൊക്കെയുള്ള മേഖലയാണ്. അതൊക്കെ ഏറ്റവും പ്രാധാന്യമെന്ന് പറയുന്നത് ഏറ്റവും നല്ല ശുദ്ധവായുള്ള മേഖലയാണ്. ആമസോൺ കാടുകളെ പോലെ തന്നെ പ്രാധാന്യമുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ഈ വഴിക്കുള്ള വാഹന ഗതാഗതം എന്ന് പറയുന്ന ഒരു ദിവസം 25 വാഹനങ്ങൾ മാത്രമേ കടത്തിയുള്ളൂ. നമ്മൾ ഈ പോകുന്ന വഴി തിരിച്ചു വരില്ല. നമ്മൾ ഇതുവഴി നേരെ കയറി വണ്ടിപ്പെരിയാവ് എന്ന് പറയുന്ന സ്ഥലത്ത് കയറി അവിടെ നിങ്ങൾ പരുന്തപ്പാറ കയറിയാണ് ഇറങ്ങി പോവുക. അപ്പോൾ ഓരോ പണികളെല്ലാം കഴിഞ്ഞപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോയതാണ്. അതുപോലെ ഈ ഡാമുകളെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ടണൽ വഴിയാണ്. 5 ഡാമുകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കാണാത്തതായിട്ട് 5 ഡാമുകൾ ഉണ്ട് കാട്ടില്ല. മൊത്തം 10 ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഡാമുകളെല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ടണൽ വഴിയാണ്. അപ്പോൾ ടണലിനകത്തുനിന്ന് മണ്ണുകല്ലൊക്കെ നീക്കം ചെയ്തിരുന്ന ഉപകരണങ്ങളൊക്കെയാണ് ഈ താഴെ കിടക്കുന്നത് കാണുന്നത്, ട്രോളി പോലുള്ള സാധനങ്ങളൊക്കെ. അതുപോലെ തന്നെ ഫ്രണ്ടില് 2 കുറ്റിയിരിക്കുന്നത് കാണാം. ബാക്കിലിരിക്കുന്ന പഴയകാല 2 ജനറേറ്ററുകളാണ്. ഇവിടെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്ത് ഓക്സിജൻ കൊണ്ടാണ് അവർ ടണലിനകത്തൊക്കെ പണികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോയതാണ്. പവേഴ്സ് ഉണ്ട്. ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് എന്നാണ് അതിൻ്റെ പേര്. ഇതിന് വെള്ളം കൊണ്ടുവരുന്നത് കക്കി ഡാമിൽ നിന്നാണ്.
കക്കി ഡാമിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരം ടണലും 2 കിലോമീറ്റർ ദൂരം പെൻസ്റ്റോക്ക് പൈപ്പുമാണ് ഇട്ടിരിക്കുന്നത്. കക്കി ഡാം നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഈ പെൻസ്റ്റോക്ക് പൈപ്പ് നമ്മൾ അടുത്ത് കാണുന്നുണ്ട്, നമുക്ക് കാണാം. അവിടുന്ന് വെള്ളം കൊണ്ട് ഇവിടെ കറണ്ട് പോയതിനു ശേഷം ആ വെള്ളം വീണ്ടും ഇവിടെ തടഞ്ഞു നിർത്താനാണ് ഈ മൂഴിയാർ ഡാം നിർമ്മിച്ചിരിക്കുക. അത് ഇവിടെ തടഞ്ഞു നിർത്തി സീതത്തോട് സ്ഥലത്ത് വേഗമുണ്ട്, കക്കാട് ജലവൈദ്യുതി എന്ന് പറയും. അപ്പോൾ ഇവിടുന്ന് ഒരു 13 കിലോമീറ്റർ ദൂരം ടണൽ പണിത് ടണൽ വഴി വെള്ളം അവിടെ കൊണ്ടുപോയി അവിടെ കറണ്ട് ഉൽപ്പാദിന് ശേഷമാണ് ആ വെള്ളം പുറത്തേക്ക് കളയുന്നത്. മൂഴിയാർ ഡാമാണ്. അതുപോലെ മലമുകളിലേക്ക് നോക്കിയാൽ പെൻസ്റ്റോക്ക് പൈപ്പ് ഇറങ്ങി വന്നിരിക്കുന്ന കാണാൻ പറ്റും. ഒരു 3 പൈപ്പ് മല ചാരി വെച്ചിരിക്കുന്നുണ്ടോ? വലസൈഡിൽ ഇരിക്കുന്നവർക്ക് ഡാമിലോട്ട് കയറുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? കക്കി ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടിരുന്ന പൈപ്പുകളാണ് കാണുന്നത്. അത് നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ട് ആ മഞ്ഞ് മൂടിയ മല കണ്ടോ ഏറ്റവും മണ്ടയ്ക്ക്, അതിൻ്റെ ടോപ്പ് നമ്മൾ കയറി ചെല്ലുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പ് കയറി ചെല്ലുമ്പോൾ സമുദ്രത്തിൽ 3250 അടി ഉയർത്തി ചെല്ലും. ടണലിൻ്റെ വാലുമാണ് ഈ വല സൈഡ് കാണുന്നത്. ഈ മലക്കടി വഴി നേരെ ടണൽ പോയിരിക്കുകയാണ്. അപ്പോൾ അഗോസ് വെള്ളമാണ്. അവിടെ പെൻസ്റ്റോക്ക് വന്ന് അവിടെ കറണ്ട് ഉൽപ്പാദിന് ശേഷം വരുന്ന വെള്ളം ഇവിടെ തടഞ്ഞു നിർത്തി ഇവിടുന്ന് സീതത്തോട്ടിലേക്ക് കൊണ്ടുപോകണം, കക്കാട് ജലവൈദ്യുതിയിലേക്ക്. 13 കിലോമീറ്റർ ദൂരമാണ് ടണലിൻ്റെ നീളം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാട്ടിനകത്ത് ട്രൈബൽസ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവർ പക്ഷേ സ്ഥിരമായിട്ട് ഒരിടത്ത് താമസിക്കുകയല്ല ചെയ്യുന്നത്. അവരിങ്ങനെ താമസിക്കുന്ന സ്ഥലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കുറച്ച് നാൾ ഒരു സ്ഥലത്ത് താമസിച്ചാൽ വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടുന്ന് മാറിയിട്ട് വേറെ സ്ഥലത്തായിരിക്കും പോയി താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അവരെവിടെയാണെന്നുള്ള അറിയാൻ പറ്റില്ല. പക്ഷേ കാട്ടിലും ഉൾക്കാട്ടിലൊക്കെ ആയിട്ട് അവർ താമസിക്കുന്നുണ്ടാവും. പക്ഷേ അവർക്ക് ഈ റേഷൻ കൊടുക്കുന്നതിന് ഇവിടെ ഒരു രീതിയുണ്ട്. അതായത് ഇവർ താമസിക്കുന്ന സ്ഥലത്ത് റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു കമ്പിൽ ഒരു വെള്ള കൂടോ എന്തെങ്കിലും ഒരു അടയാളം ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ സാധനങ്ങളുമായിട്ട് വരുന്ന റേഷൻ സാധനങ്ങളുമായിട്ട് വരുന്ന ആൾക്കാർക്ക് അവിടെ ഒരു അടയാളം കാണുമ്പോൾ മനസ്സിലാകും അതിനടുത്തൊരു ഫാമിലി താമസിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ അടയാളം വെച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് വന്നിട്ട് ഓൺ അടിക്കുമ്പോൾ അവിടുന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ട് ഈ റേഷൻ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് അവർ തിരിച്ച് കാട്ടിലേക്ക് പോകും. അപ്പോൾ ഈ ഉൾക്കാട്ടിലൊക്കെ താമസിക്കുമ്പോൾ ഈ മൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുകയില്ലെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരും അല്ലേ. അപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കൂട്ടത്തിൽ പട്ടികളുണ്ട്. മലയൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട വേട്ടപ്പട്ടികളാണ് ഇവരുടെ കൂട്ടത്തിലുള്ളതെന്നാണ് പറയുന്നത്. അതായത് ഈ പട്ടികളാണ് ഇവരുടെ ബോഡി ഗാർഡുകളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ പട്ടികൾക്ക് മൃഗങ്ങൾ വരുന്നുണ്ടോ, മൃഗങ്ങളുടെ സാമീപ്യം മുൻകൂട്ടി അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മൃഗങ്ങളുടെ സാന്നിധ്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പട്ടിയുടെ സ്വഭാവത്തിനകത്ത് വ്യത്യാസം വരും. അപ്പോൾ ഈ പട്ടിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് ഏത് മൃഗമാണ് മുന്നിലുള്ളതെന്നുള്ള ഇവർക്ക് അറിയാൻ പറ്റും. ആനയാണോ, കടുവയാണോ, കാട്ടുപോത്താണോ എന്നുള്ളത് ഇവർക്ക് അറിയാൻ പറ്റും. ഈ ഓരോ മൃഗങ്ങൾക്കനുസരിച്ച് ഈ പട്ടിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. അങ്ങനെയാണ് ഇവർ ഈ മൃഗങ്ങളെ തിരിച്ചറിയുന്നത്. അങ്ങനെ ഇവർക്ക് വേണ്ട പ്രിക്കോഷൻ എടുക്കാനായിട്ട് പറ്റും. നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധനം കേട്ടോ. പ്രഷർ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവർക്ക് നല്ല സൂപ്പർ സാധനമാണ്. മൂട്ടിപ്പഴം എന്നൊക്കെയാണ് പറയുക. നമ്മൾ കാണുന്ന ഡാമുകളുടെയൊക്കെ ഒരു സ്ഥിരാകേന്ദ്രമാണ് ഇവിടെ. മൂഴിയാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടം വരെ എല്ലാ ദിവസവും KSRTC സർവീസ് നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് 2 വണ്ടിയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് 2 ബസ്സുണ്ട്. കൊറോണച്ചോടെ കഴിയുമ്പോൾ വരും. അതൊരു 2:45 തിരിച്ചു പോകും. പിന്നെ വൈകിട്ടൊരു ബസ് വരും. അത് നാളെ രാവിലെ പോകും. KSIലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ വീട്ടിൽ പോകാനും ഒക്കെ വേണ്ടിയാണ് ഈ 2 ബസ് ഓടുന്നത്. അല്ലല്ല, ഗവിയൊന്നും ആയിട്ടില്ല. ഗവി നമ്മൾ ഉച്ച കഴിഞ്ഞ് ചെല്ലുള്ളൂ. ഇത് മൂഴിയാർ 40 ഏക്കർ പോയത് മൂഴിയാർ. അതിന് വാലാണ് വ്യത്യാസം. അതുകൊണ്ടാണ് സിംഹവാല എന്ന് തന്നെ അറിയാം. സിംഹത്തിൻ്റെ വാല് പോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന് മുടിയും കൂടുതലുണ്ട്. ഇതുപോലെ തന്നെയാണ് കരിങ്കുരങ്ങ് ഇരിക്കുക. പിന്നെ വലത് സൈഡ് വഴി റെയിൽവേ പാളം പോലെ പാളങ്ങളൊക്കെ ഉണ്ട്. ആ പാളം വഴി വലിച്ചുകൊണ്ടാണ് ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നത്. JCB റെയിലൊന്നും ഇല്ലാത്ത കാലത്താണ് നോക്കണത്. ഇതെല്ലാം ഈ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നത്. 4 പീസുകളാണ് മൊത്തം. വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത് റോഡ് വെട്ടി റോഡ് മാർക്ക് ഇവിടെ കൊണ്ടുവന്നാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. 2 കിലോമീറ്റർ ദൂരമാണ് ഈ പൈപ്പ് ഇട്ടിരിക്കുന്നത്. ഈ 2 സൈഡും നല്ല തിക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ. വന്യമൃഗങ്ങൾ, സിംഹം ഒഴികെയുള്ള എല്ലാ ടൈപ്പ് മൃഗങ്ങളും ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതെ, ഇവിടെ ഒരു വണ്ടി നിർത്തി കിട്ടുന്നുണ്ട്. എന്തൊരു ബ്രേക്ക് ഡൗൺ ആയതാണോ, എന്താ സംഭവം എന്നറിയത്തില്ല. ഇതെന്താ സംഭവം അറിയോ? ബ്രേക്ക് ഡൗൺ ആയതല്ല, അവിടെ ഒരു ചെറിയൊരു വെട്ടുതാപ്പുണ്ട്. അതിലൂടെ കയറാൻ പറ്റാതെ ഇരുന്നതായിരുന്നു. ഇതാണ് ആ വെട്ടുതാപ്പ്. ഇതിലൂടെ കയറാൻ പറ്റാതെ ഇരുന്നത് കൊണ്ട് ആ വണ്ടി നിർത്തിയിട്ടതാണ്. അപ്പോൾ നമ്മുടെ KSRTCയിലെ ഡ്രൈവർ ചേട്ടൻ ഇറങ്ങിപ്പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും ആ വണ്ടി അവിടെ നിന്ന് കയറി മുന്നോട്ട് പോവുകയാണ്.
ഇത് നമ്മുടെ പത്തനംതിട്ട KSRTC ഡിപ്പോയിലെ ജയർ സാറാണ്. ജയർ സാറിൻ്റെയും സാബു സാറിൻ്റെയും നമ്മുടെ ബിബിൻ സാറിൻ്റെ ഒക്കെ ഈ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഈ ജയർ സാറാണെങ്കിൽ പോലും ഓരോ മൃഗങ്ങളെ അല്ലെങ്കിൽ ഓരോ മൃഗങ്ങളെ സ്പോട്ട് ചെയ്യണം, അത് നമുക്ക് കാണിച്ചു തരണം. ഓരോ മരങ്ങളുടെ പ്രത്യേകത അതിന് സൈഡിൽ കൊണ്ട് വണ്ടി നിർത്തും, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരണം. അല്ലെങ്കിൽ ഈ മൃഗങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്ത് അതൊക്കെ നമ്മളെ കാണിച്ചു തരണം എന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ ഒരു ക്യൂരിയോസിറ്റി അദ്ദേഹത്തിനാണ്. ഇതുണ്ടോ, ഇവിടെ മൃഗമുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കണ്ടു എന്ന് വരത്തില്ല. അവർക്ക് സ്ഥിരം പോകുന്ന വഴി ആയതുകൊണ്ട് തന്നെ മൃഗങ്ങളെ സ്പോട്ട് ചെയ്യാനുള്ള ഏരിയ അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പയ്യെ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ വണ്ടി പതിയപ്പെട്ട് ഇത് അവിടെ ഒരു മാനുണ്ട്, ഇത് അവിടെ ഒരു കേഴമാനുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു മലയെണ്ണാനുണ്ട്, ഇത് അദ്ദേഹം നമുക്ക് കാണിച്ചു തരും. അതൊരു ഭയങ്കരമായിട്ടുള്ള ഡെഡിക്കേഷനാണ് കേട്ടോ. ഓരോ യാത്രയിലുണ്ടല്ലോ ഇവരുടെ സപ്പോർട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമാണ്. ഇവർ മാത്രമല്ല ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മൾ എന്ത് കാര്യം സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അവർ കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് തരും എന്നുള്ളതാണ്. ഈ സാബു സാറെന്ന് പറഞ്ഞാൽ ഗവിയിൽ തുടങ്ങുമ്പോൾ തൊട്ട് തീരുന്നിടം വരെയുള്ള ഓരോ കാഴ്ചയിലും കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ, അത് ഓരോ വർഷം ഓരോ ഡാമും നമ്മൾ എത്തുമ്പോൾ അത് എന്നാണ് തുടങ്ങിയത്, എത്ര നാൾ കൊണ്ടാണ് അതിൻ്റെ പണി തീർന്നത്, എന്നാണ് അത് കമ്മീഷൻ ചെയ്തത്, അതിന് പിന്നിലുള്ള പ്രത്യേകതകൾ എന്താണ്, ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് വിവരിച്ച് തരുന്നത് സാബു സാറാണ്. ഇവരുടെ ഡെഡിക്കേഷൻ അത് എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്ക് ഡെഡിക്കേഷനാണ് ഇവർക്കുള്ളത്. അവിടെ താഴെ ഞാൻ മുന്നോട്ട് നോക്കിയാൽ നമ്മൾ ആദ്യം കയറി വന്ന ഡാം കാണാം. മൂഴിയാർ ഡാമാണ് കാണുന്നത്. ആ ഡാം ക്രോസ് ചെയ്താണ് നമ്മൾ കയറിയത്, മൂഴിയാർ ഡാം. സമുദ്രത്തിൽ ഇപ്പൊ 2700 അടി ഉയരത്തിലുള്ളത്. അങ്ങ് ദൂരെ താഴെ കാണുന്നുണ്ട് ഒരു പൊട്ട് പോലെ ഒരു വെള്ള കളർ, അത് മൂഴിയാർ ഡാമാണ്. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത്. ഏറ്റവും താഴെ ഒരു പൊട്ട് പോലെ കാണുന്നുണ്ടോ. അങ്ങനെ നമ്മളിതാ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡും നല്ല തിക്ക് ഫോറസ്റ്റ് ആണ്. പിന്നെ ഈ സ്ഥലത്ത് ഇതുണ്ടോ, ഈ താഴെ നിൽക്കുന്നത് കണ്ടോ, നമ്മൾ ഈ വീടുകളിൽ വളർത്തിയിരുന്ന കള്ളിമുൾച്ചെടി ഇല്ലേ, ആ കള്ളിമുൾച്ചെടി മരങ്ങളായിട്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത്, താഴെ കാണുന്നത്. കള്ളിപ്പാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കള്ളിമുൾച്ചെടി ഇത്രയും മരമായിട്ട് നിൽക്കുന്നത് ഞാൻ ആദ്യം കാണുവാണ് കേട്ടോ. ചില സ്ഥലത്തൊക്കെ വാഗമണ്ണിലെ പോലെ മുട്ടക്കുന്നുകൾ പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. ചില സ്ഥലത്ത് നല്ല തിക്ക് ഫോറസ്റ്റ് ആണ്. ഇവിടെ കാണുമ്പോൾ നമ്മൾ വാഗമണ്ണിൽ കൂടെ പോകുന്നൊരു ഫീൽ വരത്തില്ലേ. ഇതുണ്ട്, അതൊരു കുരങ്ങനാണേ. അങ്ങനെ നമ്മളിതാ ഇവിടെ ഒന്ന് വണ്ടി ചവിട്ടിയിരിക്കുകയാണ്. ഇത് കക്കി ഡാമിൻ്റെ റിസർവോയറാണ്. കക്കി ഡാമിലേക്ക് നമ്മൾ എത്തുന്നതേ ഉള്ളൂ. അതിൻ്റെ റിസർവോയർ പ്രദേശമാണ് ഈ കാണുന്നത്. ഇവിടുന്ന് കുറച്ച് താഴോട്ടിറങ്ങി എന്നാൽ കുറച്ച് നല്ല വ്യൂ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് താഴോട്ടിറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചു. വാവ്, അടിപൊളി വ്യൂ ആണല്ലേ. ആ ചുമല മണ്ണിൻ്റെ കളറുണ്ട്. ആ മണ്ണ് പുല്ലില്ലാതെ മണ്ണ് മാത്രമായിട്ട് ചുമല കളറിട്ട് കിടക്കുന്നുണ്ട്. അതിനൊക്കെ മുകളിൽ എല്ലാം വെള്ളം കയറുന്നതാണ്. ഇപ്പോൾ വെള്ളം ഒരുപാട് താഴ്ന്നു കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ എന്തുമാത്രം വെള്ളം അവിടെ ഉൾക്കൊള്ളുന്നൊന്നും ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എല്ലാവരും ഇറങ്ങി നിന്ന് ആ കാഴ്ചകളൊക്കെ ആസ്വദിക്കുകയാണ്. നമ്മൾ വന്ന വണ്ടി കിടക്കുന്നു. നമ്മളുടെ പെൺസോപ്പിലേക്ക് വെള്ളം എടുക്കുന്നത് തൊട്ട് താഴെ ഇവിടെ നിന്നാണ് ടണൽ ആരംഭിക്കുക. ടണലിൻ്റെ വായുവാണ് നിങ്ങൾ വലതുവശത്ത് താഴെ. ഈ മലക്കര വഴി 5 കിലോമീറ്റർ ദൂരം ടണൽ. അവിടെ നിന്ന് പെൺസോപ്പിലേക്ക് മാറുന്നത്. ഇതിൻ്റെ പണികളൊക്കെ തുടങ്ങുന്നത് 1889-ലാണ്. ചങ്ങക്കരയിലൊക്കെ ഒരു ടൗൺഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു സിനിമാ തിയേറ്റർ ഉൾപ്പെടെ ഉണ്ടായിരുന്നതാണ്. 90,000 പേര് താമസിക്കുന്ന മേഖലയാണ്. അപ്പോൾ ഇതാണ് കക്കി ഡാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 934 അടിയാണ് ഈ കക്കി ഡാമിൻ്റെ ഉയരമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡാമിന് ഷട്ടറുകളില്ല. അപ്പോൾ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണത് തുറന്നു വിടുന്നതെന്നൊരു സംശയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിനപ്പുറത്തായിട്ട് വേറൊരു ഡാമുണ്ട്. നമ്മുടെ ഇടുക്കി അണക്കെട്ട് വെള്ളം പൊങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതോണി എന്നല്ലേ തുറന്നു വിടുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനപ്പുറത്തെ വശത്ത് വേറൊരു ഡാമുണ്ട്. അതിലൂടെയാണ് വെള്ളം തുറന്നു വിടുന്നത്. നമ്മളിപ്പോൾ അവിടെയും ക്രോസ് ചെയ്യുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ കാണാം ആ വെള്ളം കയറി കിടക്കുന്ന ലെവൽ കണ്ടോ. ആ ചുമല കളറിൽ ആ മരത്തിൻ്റെയൊക്കെ തൊട്ട് താഴെ അത്രയും പൊക്കത്തിൽ വെള്ളം കയറുന്നതാണേ. അടിപൊളി കാഴ്ചയാണല്ലേ. കണ്ടോ എന്തുമാത്രം വെള്ളം എന്തായാലും താഴ്ന്ന കിടക്കുന്നതെന്ന് നോക്കിക്കേ. ആ മണ്ണിൻ്റെ കളറ് കാണുമ്പോൾ അറിയാൻ പറ്റില്ല എത്രയും പൊക്കത്തിൽ വരെ വെള്ളം കയറുന്നതാണ്. ശബരിമലയിൽ മകരവിളക്കിന് സമയത്ത് മകരവിളക്ക് തെളിയിക്കുന്നത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ ആ സമയത്തൊന്നും ഇതിലൂടെ ആരും കയറ്റി വിടത്തില്ല. ഇവിടെ നിന്നാൽ ആ മല നമുക്ക് കാണാൻ പറ്റും. ഇത് ഡാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണേ.
അങ്ങനെ നമ്മളിതാ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഹോട്ടലൊന്നുമല്ല, ഇത് KSEBയുടെ ഒരു ക്യാൻറ്റീനാണ്, കക്കി കഫേ. ഉച്ചഭക്ഷണം, ഫ്രഷ് ജ്യൂസ്, സ്നാക്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മളിവിടെ നേരത്തെ തന്നെ ഊണ് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. KSRTC ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ. ഇതാ താഴെ കാണുന്ന കെട്ടിടം കണ്ടോ, അതിൻ്റെ മുകളിലത്തെ നിലയിലിരുന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മളിതാ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. കക്കി ഡാമിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നു. ഡെന്നിച്ചനും ജസ്റ്റിൻ ചേട്ടനും വിനോദ് ചേട്ടനും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം നമ്മളിതാ ഊണ് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം മീൻ വറുത്തമുണ്ട്, അവിയലുണ്ട്, തോരനുണ്ട്, പപ്പടമുണ്ട്, അച്ചാറുണ്ട്, പിന്നെ ഇതാ കിച്ചടിയാണെന്നൊരു കറിയും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ കക്കി ഡാമിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഡാമിൻ്റെ സൈഡിലിരുന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഊണ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ, വലിയ കുഴപ്പമില്ലാത്ത നല്ല ഊണായിരുന്നു. അപ്പം എന്തായാലും ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് അതിന് മുകളിൽ ഇരുന്നാണ് നമ്മൾ ഊണ് കഴിച്ചത്. അപ്പോൾ ഇവിടെ തൊട്ട് താഴെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് വാഷ്റൂമൊക്കെ ഉണ്ട്, നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മളിനി ഗവിയിലേക്ക് പോവുകയാണ്. ഈ സ്ഥലം കണ്ടോ, ഇതൊരു പാറമടയായിരുന്നേ. അതായത് ഈ ഡാം പണിയുന്നതിന് വേണ്ടിയിട്ട് കല്ല് പൊട്ടിച്ചെടുത്ത സ്ഥലമാണിത്. ഈ കാണുന്നത് ഒരു പാറമടയായിരുന്നു. ഇതിപ്പോൾ ഒരു എക്കോ പോയിൻ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് കൂവുകയോ കാറുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്കോ അടിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ അടുത്ത ഡാമിലേക്ക് വന്നു. ഇതാണ് ആനത്തോട് ഡാം. ഒരു മിനി ആർച്ച് ഡാമാണ്. കരിങ്കല്ല് കോൺക്രീറ്റ് കൊണ്ടാണ് ഇത് പണിതിരിക്കുന്നത്. ഈ റിസർവോയർ കാണുന്നത് നമ്മൾ മുമ്പായി കണ്ട കക്കി ഡാമിൻ്റെ റിസർവോയർ തന്നെയാണ്. കക്കി ഡാം അവിടെ പണിത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ വെള്ളം പോകുന്നത് കണ്ട് അവരിവിടെ ഡാം കിട്ടി. ഇതിനാണ് ഇതിൻ്റെ ഷട്ടർ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഷട്ടർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഭാഗമാണ്. ലാസ്റ്റ് ആ നീല ഷീറ്റ് ഇട്ട ഭാഗമാണ് ഒരു ഷട്ടർ. കക്കിടാന്ന് പറയുമ്പോൾ ഇവിടെ വെള്ളം പോകും. അപ്പോൾ അത് ഇവിടുത്തെ ഷട്ടർ തുറന്നു കഴിയുമ്പോൾ അജലനർക്കത്താണ് കക്കിടാം. അവിടെ 2018 പ്രളയകാലത്ത് വലിയ വിവാദം ഉണ്ടായൊരു ഡാമാണിത്. ഈ ഡാം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് തുറന്നു വിട്ടു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഷട്ടറിനകത്ത് നിന്ന് വലിയ മരം വന്ന് കുടിച്ചു. ഷട്ടർ ക്ലോസ് ചെയ്യാൻ പറ്റാതായിപ്പോയി. ഇത് ഡാമിൽ നിന്ന് മാറിയാണ് ഇതിൻ്റെ ഷട്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡാം ഇവിടെ കൊണ്ട് തീരുവാണ്. ഇനി അതിൻ്റെ ഷട്ടറിൻ്റെ ഭാഗമാണ് വരുന്നത്. 2018 ശേഷം ഈ വർഷമാണ് ഇത് തുറന്നു വിടുന്നത്. ഈ വർഷം 2 പ്രാവശ്യം ഡാം തുറന്നു വിട്ടു. ഒരു വലത് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് ഷട്ടറിൻ്റെ ഭാഗങ്ങൾ കാണാം. 4 ഷട്ടറുകൾ. അതിലെ നടുക്കത്ത് 2 ഷട്ടറിനകത്താണ് മരം വന്ന് കുടുങ്ങി അടയ്ക്കാൻ പറ്റാതായി പോയത്. ഇത് അങ്ങ് ദൂരെ കുറച്ച് മ്ലാവുകൾ നിൽക്കുന്നത് കണ്ടോ. ഞാൻ ആദ്യം ഓർത്തത് മാനാണെന്നാണ്. മാനല്ല, അത് മ്ലാവാണേ. ഇത് ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്, പക്ഷേ അത് ക്യാമറയിൽ എന്തുമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതവിടെ കിടക്കുമായിരുന്നു. ഇതാ വീണ്ടും സൈഡിൽ കൂടെ കാട്ടുപന്നി നടപ്പുണ്ട്. കാട്ടുപന്നിയും കുഞ്ഞുങ്ങളും. വലത് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും പമ്പാ ഡാമാണ്. പമ്പാ നദിയുടെ ഉത്ഭവസ്ഥാനമാണ്. ഇതിലാണ് പമ്പാ നദി ആരംഭിക്കുന്നത്. വലത് സൈഡിൽ കാണാൻ പറ്റും. ഈ ശബരിമല അയ്യപ്പന്മാർക്ക് വേനൽക്കാലമായി കഴിയുമ്പോൾ കുളിക്കാൻ ത്രിവേണിയിൽ വെള്ളമില്ലാതൊരു സമയത്ത് ഈ ഡാം തുറന്നു വിട്ടാണ് ത്രിവേണിയിൽ വെള്ളം കിടക്കുന്നത്. ഈ ഡാം തുറന്നു വിട്ട് കഴിഞ്ഞാൽ 3.5 മണിക്കൂർ നിന്ന് പമ്പ ത്രിവേണിയിൽ വെള്ളം കിട്ടും. അത് തുറന്നു വിടുന്ന പൈപ്പാണ് അങ്ങേ സാധിക്കണം. ഒരു റൂം പോലെ വിട്ട് അതിൻ്റെ അകത്തൊരു പൈപ്പ് നിൽക്കുന്നുണ്ടോ. ഷട്ടർ തുറന്നാൽ വെള്ളം കാണില്ല. അതുകൊണ്ട് അത് തുറന്നാണ് വിടുക. സ്വീസ് വാൽവ് എന്നാണ് പറയുന്നത്. അത് തുറന്നാണ് വെള്ളം പുറത്തേക്ക് വരുന്നത്. ഇത് തുറന്നു വിട്ട് കഴിഞ്ഞാൽ 3.5 മണിക്കൂർ നിന്ന് പമ്പ ത്രിവേണിയിൽ വെള്ളം കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ, ഈ ഗവി കാട്ടിനകത്ത് ശ്രീലങ്കൻ തമിഴർ താമസിക്കുന്നുണ്ട്.
അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ശ്രീലങ്കൻ തമിഴർ ഈ ഗവി വനത്തിൽ താമസിക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളായിട്ട് ഇവിടെ വരികയും ഇവിടെ ഇന്ദിരാഗാന്ധിയാണ് ഇവിടെ കൊണ്ട് താമസിപ്പിക്കുന്നത്. ഇവിടെ ഈ അടുത്ത സൈഡ് നോക്കിയാൽ കുറച്ച് പേര് താമസിക്കുന്ന കാണാം. നമ്മളിനി മുന്നോട്ട് ചെല്ലുമ്പോൾ കൂടുതൽ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇവർക്ക് പുറലോകമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ വണ്ടിപ്പെരിയാർ പോകണമെന്ന് സാധനം വേണമെങ്കിലും ഇവർക്ക് പുറലോകമായിട്ട് ബന്ധപ്പെടാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് പത്തനംതിട്ടയിൽ നിന്ന് 2 ബസ്സുണ്ട്. രാവിലെ 5:30 ഒരു ബസ്സുണ്ട്, പിന്നീട് 6:30 പറയുന്നത്. അത് ഗവി കൂടി നേരെ കുമ്പളേക്ക് പോകും. ഉച്ച കഴിയുമ്പോൾ ആ ബസ് തിരിച്ച് പത്തനംതിട്ടയ്ക്ക് പോകും. അതുകൊണ്ട് തന്നെ കുമ്പളിയിൽ നിന്ന് ഒരു ബസ്സുണ്ട്, രാവിലെ 5:30 അതെടുക്കും, നേരെ പത്തനംതിട്ട ഉച്ച കഴിയുമ്പോൾ തിരിച്ച് കുമ്പളേക്ക് പോകും. ഈ 3 ബസ്സാണ് ഇവർക്ക് പുറലോകമായിട്ട് ബന്ധപ്പെടാനുള്ള ഏക മാർഗം. ഇവരുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് ഇവിടെ വനംവകുപ്പിനെ കുറിച്ച് ഏലം കാപ്പിയൊക്കെ ഉണ്ട്, അതിനകത്തെ പണികളൊക്കെയാണ് ഇവരാണ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വന്ന വഴിക്കാൻ കണ്ടു ഈ KSEBയുടെ ലൈൻ പോകുന്നതിൻ്റെ കടിക്കാടൊക്കെ തെളിച്ചിട്ടിരിക്കുന്നത്. ആ പണിയൊക്കെയാണ് ഇവരുടെ ജീവിതമാർഗം. എൻ്റെ കായാണ് രുദ്രാക്ഷമായിട്ട് എടുക്കുന്നത്. എൻ്റെ കാ പഴുത്ത് ഇപ്പോൾ സീസണാണ്, കൂട്ടിക്കാണ് ചിലപ്പോൾ മറക്കാനുണ്ട് കായ. അതിൻ്റെ കാ പഴുത്ത് നിലത്ത് വീണ് കഴിയുമ്പോൾ അതിനടുത്തൊരു 7 ദിവസം വെള്ളത്തിൽ വിടണം. എന്നിട്ട് അത് ക്ലീൻ ചെയ്യുന്നു, ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യും. അതിനാണ് അതിൻ്റെ മുഖങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട്. ഏറ്റവും വിലയുള്ളതാണെന്നറിയാമോ? ഈ മരം എന്താണെന്നറിയോ? ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഗോഫർ മരമാണ്. ബൈബിളിൽ നോഹയുടെ പേടകം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു മരമാണ് ഗോഫർ മരം. ആ ഗോഫർ മരം ഇന്ത്യയിൽ ദക്ഷിണേഷ്യയിൽ തന്നെ ആകെ 2 എണ്ണമേ ഉള്ളൂ. അത് 2 എണ്ണം നിൽക്കുന്നത് ഇന്ത്യയിലാണ്. അതിലൊന്ന് നമ്മുടെ ഗവിയിലാണ് നിൽക്കുന്നത്. ദേ ഈ നിൽക്കുന്ന മരം. ദക്ഷിണ ഏഷ്യയിൽ 2 മരമുള്ളതാണ്. ആസാമിൻ്റെ ഉൾക്കാട്ടിലാണ്, നമുക്ക് കാണാൻ പറ്റില്ല. കാണാവുന്ന നിൽക്കുന്ന ഏക മരം ഇതാണ്. ഇത് കണ്ടുപിടിച്ചത് ഗവി ഡാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ വെള്ളം കയറി പോകുന്ന മരങ്ങളെ പരിസ്ഥിതിക്കാർ ഒന്ന് മാർക്ക് ചെയ്തു പോയി. അങ്ങനെ ഈ മരം മാത്രം കണ്ടപ്പോൾ ഇത് ഏത് മരമാണെന്നുള്ളത് മനസ്സിലായില്ല. അങ്ങനെ ഈ മരത്തെക്കുറിച്ച് 1 വർഷത്തെ പഠനത്തിന് ശേഷമാണ് അവർ ഗോഫർ മരമാണ് സ്ഥിരീകരിക്കുന്നത്. കാണിക്കില്ല, നമ്മൾ ഏത് പൊസിഷനിൽ വെള്ളത്തിലോട്ട് നിർത്തുന്നു അങ്ങനെ തന്നെ നിൽക്കും. സാധാരണ ഒരു കമ്പടിച്ച് വെള്ളത്തിട്ട് വന്ന വെള്ളത്തിൽ താഴുവും, ഇല്ല മണ്ണയ്ക്ക് സമാന്തരമായിട്ട് പൊങ്ങി കിടക്കും. ഇത് നമ്മൾ എങ്ങനെ വെള്ളത്തിലോട്ട് നിർത്തുന്നു അത് അങ്ങനെ തന്നെ നിൽക്കും. ഇതിൻ്റെ കമ്പ് മയിലിനെ കണ്ടോ? മയിലും കുറേ കാട്ടുപന്നികളും. ഈ പന്നിക്കൊന്നും ഒരു പേടിയില്ല കേട്ടോ. ഈ ഗ്രൗണ്ടിൽ കുറച്ച് പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നേ, അതിന് മുകളിലത്തെ റോഡിൽ കൂടെയാണ് ഈ പന്നികളെല്ലാം കൂടെ നടക്കുന്നത്. കാട്ടുപന്നിയാണ് കണ്ടോ, എത്ര കുഞ്ഞുങ്ങളാന്ന് നോക്കിയേ. ഇതൊന്നും ഒരു പേടിയില്ല. ആ പ്ലാസ്റ്റിക് എടുത്ത് തിന്നുന്നു. എത്ര കുഞ്ഞുങ്ങളാന്ന് കണ്ടോ. എന്തോലും തീറ്റ കിട്ടുമെന്ന് നോക്കി വന്നതാ. ഇവിടെ ഇടത് സൈഡിൽ ഒരു മൺ റോഡ് നേരെ പോയിരിക്കുന്നത് കാണാൻ പറ്റും. കോൺക്രീറ്റ് ചെയ്തല്ല, നേരെ കിടക്കുന്ന മൺ റോഡ്. ഇതാണ് പൊന്നമ്പലമേട്ടിലേക്കുള്ള ഏക വഴി. ഇതാണ് ഈ കിടക്കുന്ന വഴി. ഒരു 8 കിലോമീറ്റർ ജീപ്പ് കയറി പോകുന്ന വഴിയാണ്. അത് കഴിഞ്ഞ് ഒരു 3.5 കിലോമീറ്റർ നടന്ന് കയറി പോകും. ഇത് മണിയടിപ്പാലം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നേരത്തെ അവിടെ വാഹനങ്ങൾ കയറുമ്പോൾ മണിശബ്ദം കേൾക്കുമായിരുന്നു. അതിൻ്റെ ടാറിങ് പോയപ്പോൾ നമ്മളതിന് വേണ്ടി മണ്ടയ്ക്ക് റീടാർ ചെയ്തു. അതോടെ മണിശബ്ദത്തിൻ്റെ കാര്യം തീരുമാനമായി. പമ്പാ നദിയുടെ ആദ്യത്തെ പാലമാണിത്. ഒരു പ്രത്യേകതകളുണ്ട്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ് പമ്പാ നദി. ഇവിടെ നിന്നാണ് തിരിയുന്നത്. ഇവിടം വരെ അത് വരുന്നത് പടിഞ്ഞാറോട്ട് കിഴക്കോട്ടാണ് വരുന്നത്. ഇവിടെ നിന്നാണ് തിരിഞ്ഞ് കിഴക്കോട്ട് ഞാറോട്ട് ഒഴുകാൻ തുടങ്ങുന്നത്. ഓർഡിനറി സിനിമയിൽ ആസിഫിൽ ഒരു പാട്ടിനിടയ്ക്ക് ഡാൻസ് ചെയ്യുന്ന ഒരു സീനുണ്ടല്ലോ. ആ ഡാൻസ് ചെയ്യുന്ന സീന് കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതാ ഈ അമ്പലത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആറ്റുനോറ്റിരുന്ന ഗവി ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഗവി ടൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആകെ ഉള്ളത് ഒരു പോസ്റ്റ് ഓഫീസുണ്ട്, ഒരു റേഷൻ കടയുണ്ട്, പിന്നെ ചെറിയൊരു സ്റ്റേഷനറി കടയുണ്ട്. ആ കട ഇന്ന് തുറന്നിട്ടുമില്ല. ഇതാണ് ഗവി എന്ന് എഴുതിയിരിക്കുന്ന പോസ്റ്റ് ഓഫീസ്, ഇത് റേഷൻ കട, പിന്നെ ഇവിടെ ഒരു സ്റ്റേഷനറി കടയുണ്ട്. അതാണ് ഇവിടെ ആകെയുള്ള 3 പ്രസ്ഥാനങ്ങൾ. അപ്പോൾ ഇതാണ് ഗവി ടൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗവി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര ഹൈപ്പാണല്ലേ. ഓർഡിനറി സിനിമയിൽ നമ്മൾ കണ്ട ആ വിഷ്വൽ ട്രീറ്റ് എല്ലാം ഗവിയിൽ ചെന്നാൽ കിട്ടുമെന്നാണ് നമ്മുടെ മനസ്സിലെ ധാരണ. പക്ഷേ അത് കൂടുതലും ഷൂട്ട് ചെയ്തിരിക്കുന്ന വാഗമൺ പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാഴ്ചകൾ പ്രതീക്ഷിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിരാശയായിരിക്കും ഫലം. ഇത്രയേ ഉള്ളൂ ഗവി ടൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഗവി ടൗണിൽ നിന്നും ഗവി ഡാമിലേക്ക് എത്തിയിരിക്കുകയാണ്.
ഇതാണ് ഗവി ഡാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഇവിടെ ഇറങ്ങി ഇനിയിപ്പോൾ വണ്ടി അക്കരയിലേക്ക് പോകും. നമ്മൾ ഇവിടുന്ന് നടന്ന് ഡാമിന് മുകളിൽ കൂടെ നടന്ന് അപ്പുറത്തേക്ക് നമുക്ക് ചെല്ലാം. ഇവിടെ ഗവിയാർ ഡാം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താ ഗവിയാർ ഡാം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഗവി ഡാം എന്ന് ഇപ്പറേ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ബസ് അക്കരയിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നടന്ന് ഇനി അക്കരയിലേക്ക് പോവാം. നമുക്ക് മുന്നേ വേറെ 2 KSRTC ബസ്സുകൾ ഉണ്ടായിരുന്നല്ലോ, അതിലൊക്കെ വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു അവിടെ ഇരിപ്പുണ്ട്. ഇനി ഗവി ഡാമിൽ ഇവിടെ കുറച്ച് സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഈ ഡാമിൽ കൂടി ബോട്ടിങ് നടത്താം. ഇപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുന്നു. സ്റ്റേ എനിക്ക് തോന്നുന്നു വനം വകുപ്പിൻ്റെ സ്റ്റേ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ കോട്ടേജുകളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓർഡിനറി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളാണ് ഈ സീനറി. ഈ ഭാഗങ്ങളൊക്കെ സിനിമ കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ കിടക്കുന്ന മലയുടെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങേ സൈഡിൽ നമുക്ക് ശബരിമല കാണാൻ പറ്റും. ചെന്താമരക്കൊക്കെ എന്ന് പറയും. ആ ചെന്താമരക്കൊക്കയിലേക്കാണ് നമ്മൾ വരുന്നത്. ഇവിടാണ് ആ ഭാഗം ഷൂട്ട് ചെയ്തത്. ആസിഫ് അലി ഇറങ്ങി ഒരു ശവം എടുക്കുന്ന സീൻ ഷൂട്ട് ചെയ്തതാണ് ഇവിടെ. ആസിഫ് അലി ഇറങ്ങി ശവം എടുക്കുന്ന സീൻ ഇവിടെ നിന്നാണ് എടുത്തത്. ഇതിന് പേര് ചെന്താമരക്കൊക്കയും തന്നെയാണ് അത്. ആ സിനിമയിൽ അങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ സിനിമ പിന്നൊരു ഭാഗമാണ് KSRTC ബസ് കൊണ്ട് കുഞ്ചാക്കോവൻ ഓടിക്കുമ്പോൾ ഒരാളെ ഇടിച്ച് തെറിപ്പിക്കുന്ന ഒരു സീനില്ലേ, അത് നമ്മുടെ ഈ വണ്ടി ഓട്ടി വെച്ചാണ് എടുത്തത്. ഇവിടെ വെച്ച് ഈ വളവ് തിരിഞ്ഞ് വരുമ്പോൾ ഇരിക്കുന്നതായിട്ടാണ് ഇതെടുത്തിരിക്കുന്നത്. പിന്നെ അതിലൊരു പ്രധാനപ്പെട്ട ഒരു സീനാണ് KSRTC കേടായി കഴിയുമ്പോൾ നമ്മുടെ സലിംകുമാർ നന്നാക്കാൻ വരുന്നൊരു സീനുണ്ട്. അതെടുത്താണ് ഫ്രണ്ടിലാണ് പോസ്റ്റ് കിടക്കുന്നുണ്ട്. ഈ സീനറി ഈ ഭാഗങ്ങളെല്ലാം സിനിമയിലുണ്ട്. അങ്ങനെ നമ്മളിത് ഗവി വനത്തിൽ നിന്നും പുറത്ത് കിടക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ കാട്ടിൽ കൂടിയുള്ള 4-5 മണിക്കൂർ നീണ്ട ഗവി യാത്ര ഏതാണ്ട് അവസാനിക്കാറായി. പക്ഷെ എല്ലാവർക്കും ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഗവി യാത്രയ്ക്ക് വന്നിട്ട് നമുക്കൊരു ആനയെ കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. ഇടയ്ക്കൊരു സ്ഥലത്ത് വെച്ചൊരു ആനയെ കണ്ടിരുന്നു, പക്ഷേ സ്പോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു, ഒരുപാട് അകലെയായിരുന്നു. അങ്ങനെ നോക്കിയിരുന്ന് ഗവിയിൽ നിന്ന് പുറത്ത് കിടക്കാറായ സമയത്താണ് നമ്മൾക്ക് ഒരു ആനയെ കാണാനായിട്ട് പറ്റിയത്. ഇതാ കണ്ടോ, ഇതേ കണ്ടോ, ഒരാനേ ഉള്ളൂ. പക്ഷേ നമ്മൾക്ക് കാണാൻ വേണ്ടി വന്നതുപോലെ മാത്രമായിട്ടാണ് ഇപ്പോൾ ആന വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും സന്തോഷമായി. ആനയെ കണ്ട സന്തോഷത്തിൽ നമ്മൾ ഗവിയിൽ നിന്നും പുറത്ത് കിടക്കാനായിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു അവിസ്മരണീയമായിട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടിയിൽ വരുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കാട്ടിൽ കൂടി ആങ്ങാമ്പുഴ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറി നേരെ ഇവിടെ ഗവി വള്ളക്കടവിൽ വന്ന് ഇറങ്ങി നമ്മൾ വനത്തിൽ കൂടി വെറുതെ വണ്ടി ഓടിച്ചങ്ങ് നമ്മൾ ഇറങ്ങി പോകുന്നു, കുറച്ച് എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോകുന്നു എന്നുള്ളത് മാത്രമേ വരുള്ളൂ. പക്ഷേ KSRTC ഈ ബജറ്റ് ടൂറിസത്തിലൂടെ വന്നതുകൊണ്ട് നമുക്കുണ്ടായൊരു ഗുണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ സാബു സാർ നമുക്ക് ഗൈഡായിട്ടുണ്ടായിരുന്നതുകൊണ്ട് ആങ്ങാമൊഴിയിൽ നിന്ന് കയറിയപ്പോൾ തൊട്ട് ഗവിയിൽ ഇറങ്ങുന്നത് വരെ ഓരോ കാഴ്ചകളും നമുക്ക് കൃത്യമായിട്ട് വിവരിച്ച് തന്നു. അതിൻ്റെ ചരിത്രം, ഓരോ ഡാമുകൾ കടന്നു പോരുമ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയത്, ആരാ ഉണ്ടാക്കി, ഏത് വർഷം ഉണ്ടാക്കി, ഏത് വർഷമാണ് കമ്മീഷൻ ചെയ്തത്, അങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. പിന്നെ ഒരുപാട് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത മരങ്ങൾ, നമ്മൾ ബൈബിളിൽ പരാമർശിച്ചിട്ടുള്ള ഗോഫർ മരം, ദേവദാരു, രുദ്രാക്ഷം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റി. അതെല്ലാം നമുക്ക് സാർ കൃത്യമായിട്ട് പറഞ്ഞു തന്നുകൊണ്ടാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾ വണ്ടി ഓടിച്ചത് വഴി പോരുവാണെങ്കിൽ നമ്മൾ കടന്നു പോരും, പക്ഷേ നമ്മളത് മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ ആ ഗോഫർ മരത്തിൻ്റെ അടുത്തൂടെയൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നുണ്ടാവും, പക്ഷേ അത് ഗോഫർ മരമാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ കൂടെ ഒരാളുണ്ടായിരുന്നുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. അതെന്തായാലും ഈ KSRTC ബജറ്റ് ടൂറിസം ട്രിപ്പിനത് എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നിയൊരു കാര്യമാണ് അത് കേട്ടോ. കാരണം കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. അതെന്തായാലും KSRTCയുടെ ബജറ്റ് ടൂറിസം ഈ ഗവി ട്രിപ്പിനകത്ത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിത് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം, പാസഞ്ചേഴ്സ് ലിസ്റ്റെല്ലാം ഇവിടെ കൊടുക്കണം.
അതിനുശേഷം നമ്മളിതാ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് പരുന്തുംപാറയിലേക്കാണ്. പരുന്തുംപാറയെല്ലാം കൊണ്ട് നമ്മുടെ ട്രിപ്പ് തീരും. അവിടുന്ന് നേരെ നമ്മൾ ഈരാറ്റുപേട്ടയിലേക്ക്. അപ്പോൾ പരുന്തുംപാറയിലേക്ക് ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല. പോകുന്ന വഴിയെല്ലാം എന്താ തേയിലത്തോട്ടങ്ങൾ കാണാം. കുറച്ചങ്ങ് കയറി വന്നപ്പോഴത്തേക്ക് ഇതാ കോട കാണാൻ തുടങ്ങി. കോട കണ്ടപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ പറഞ്ഞായിരുന്നു പരുന്തുംപാറയിലെ മഴയാണെന്നാണ് തോന്നുന്നതെന്ന്. ഏതാണ്ട് അത് ശരിയായിരുന്നു. നമ്മളിതാ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും മഴ പെയ്യാനായിട്ട് തുടങ്ങി. മഞ്ഞെന്ന് പറഞ്ഞാൽ അടിപൊളി മഞ്ഞ്, ഒന്നും കാണത്തില്ല. കോട ഇറങ്ങി വഴി കാണാൻ മേലെന്നൊക്കെ നമ്മൾ പറയുകയല്ലേ ഉള്ളൂ. ഇതാ കണ്ടോ, ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് തൊട്ടടുത്ത് എത്തിയിട്ടേ കാണാൻ പറ്റുള്ളൂ. അതുപോലത്തെ മഞ്ഞ്. അങ്ങനെ നമ്മളിത് ആ പരുന്തുംപാറയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഒരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നും. ഭയങ്കര തിരക്കാണ്. മാത്രമല്ല നല്ല മഴയും. കോട അതുപോലെ ഇറങ്ങിയിട്ടുണ്ടോ, തൊട്ടടുത്ത് നിൽക്കുന്ന പോലും കാണാൻ പറ്റത്തില്ലാത്തത്ര കോടമഞ്ഞുമുണ്ട്. ഭയങ്കര തിരക്കും. എന്ത് വണ്ടിയാണെന്നുണ്ടോ. എന്തായാലും നമ്മളിവിടെ പരുന്തുംപാറയിൽ വന്നിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ ഒന്ന് തോർന്നായിരുന്നു. അപ്പം നമ്മൾ എന്തായാലും വെളിയിൽ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്കും മഴ കംപ്ലീറ്റ് മാറി. അപ്പോൾ കോട മഴ ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ കോട ഇടയ്ക്ക് ഇങ്ങനെ വരും, അത് കഴിഞ്ഞിട്ട് മൊത്തത്തിലങ്ങ് മാറിപ്പോവും, വീണ്ടും ഇങ്ങനെ കോട വരും. അങ്ങനെയാണ് ക്ലൈമറ്റ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഭാഗത്തൊക്കെ നമുക്ക് ദൂരക്കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയായിരുന്നു. ഇതുണ്ട് ഇവിടെ, ഇതിന് മുകളിലൊരു മണ്ഡപം പോലെ ഒരു സംഭവമുണ്ട്. ഇവിടെ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 360 ആംഗിളിൽ ഫുള്ള് വ്യൂ കാണാനായിട്ട് പറ്റും. ഇവിടെ ആൾക്കാർ കൊണ്ട് വേസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടോ. നമ്മൾ എന്തായാലും പറഞ്ഞാലും പഠിക്കത്തില്ലല്ലേ. നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ള പ്ലാസ്റ്റിക്കും കുപ്പിയും എല്ലാം അവിടെ വലിച്ചെറിഞ്ഞിട്ടേ നമ്മൾ പോരത്തുള്ളൂ. ഇന്ന് ഞായറാഴ്ച ആയിരുന്നുകൊണ്ട് തന്നെ നല്ല ക്രൗഡഡ് ആണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. ഭയങ്കര ആളായിരുന്നു. പരുന്തുംപാറയിലെ കാഴ്ചകളൊക്കെ കുറേ സമയം അവിടെ നിന്ന് ആസ്വദിച്ച് അത് കഴിഞ്ഞ് സന്ധ്യയോടുകൂടി നമ്മൾ നേരെ മുണ്ടക്കയത്തിന് പോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വന്നത് പത്തനംതിട്ട KSRTC ഡിപ്പോയിൽ നിന്നുള്ള വണ്ടിയിലാണ്. അപ്പം നമ്മുടെ വണ്ടി പത്തനംതിട്ടയിൽ നിന്ന് നേരെ ഇപ്പോൾ മുണ്ടക്കയത്ത് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ മുണ്ടക്കയത്ത് ചെന്നിട്ട് നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്ന വണ്ടി ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വണ്ടിയിൽ കയറി നമ്മൾ നേരെ തിരിച്ച് ഈരാറ്റുപേട്ടയ്ക്ക് പോകും. അപ്പോൾ നമ്മൾ മുണ്ടക്കയത്തേക്ക് പോരുന്ന വഴി ഓരോരുത്തരും ഇന്നത്തെ യാത്രയുടെ അനുഭവങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നുള്ള വിവരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു കേട്ടോ. എല്ലാം നല്ല 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 പൊളി വൈബായിരുന്നു എല്ലാവരും. അതുമാത്രമല്ല, നമ്മുടെ കണ്ടക്ടർ ബിബിൻ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നത്തെ ട്രിപ്പിൽ നമ്മൾ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. എല്ലാവരും കറക്റ്റ് ടൈം. നമ്മൾ രാവിലെ വണ്ടി എടുത്തത് കറക്റ്റ് ടൈമിങ്ങിലായിരുന്നു. തിരിച്ച് നമ്മൾ വണ്ടിയിൽ ഇന്ന സമയത്ത് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് എല്ലാവരും വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിടത്തും താമസം ഉണ്ടായില്ല. സാധാരണ ഇതിൽ ഇങ്ങനത്തെ ട്രിപ്പൊക്കെ പോകുമ്പോൾ പല ടൈപ്പിൽ പല സ്വഭാവമുള്ള ആൾക്കാരല്ലേ. ചിലർ ചിലപ്പം അരമണിക്കൂർ താമസിക്കും, ചിലപ്പോൾ എങ്ങോട്ടെങ്കിലും ഇത് മാറിയിട്ട് വിളിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലൊക്കെ അങ്ങനെയൊക്കെ കഴിഞ്ഞ തവണത്തെ ഒരു ട്രിപ്പിലുണ്ടായിരുന്നു. സാറ് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ഇന്നത്തെ യാത്രയിൽ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ഒരു ഇഷ്യൂസും ഉണ്ടായിട്ടില്ല. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ യാത്രയെക്കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മുണ്ടക്കയത്ത് വന്നപ്പോൾ നമ്മൾ വണ്ടി മാറി കയറി. നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് യാത്ര പുറപ്പെട്ട വണ്ടിയിലേക്ക് തന്നെ കയറി. അപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരു കപ്പിളിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു തൊട്ട് തലേദിവസം എന്ന് അറിഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യണം, കേക്ക് മുറിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു കേക്കൊക്കെ മേടിച്ച് KSRTC ബസ്സിനകത്ത് വെച്ച് തന്നെ കേക്ക് മുറിച്ചു, വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിച്ചു. അതിനുശേഷം നമ്മൾ നേരെ ഈരാറ്റുപേട്ടയിലേക്ക് പോരുകയാണ് ചെയ്തത്. ഈരാറ്റുപേട്ടയിലേക്ക് പോകുന്നപ്പോഴത്തേക്കും പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ച് അടിപൊളിയായിട്ടാണ് പോകുന്നത് കേട്ടോ. അത് മാത്രമല്ല, അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ കണ്ടക്ടർ ബിബിൻ സാറുണ്ടല്ലോ. ബിബിൻ സാർ ഒരു അടിപൊളി പാട്ടുകാരനാണ് കേട്ടോ. കലാഭവൻ മണിയുടെ ആരാധകനാണെന്ന് തോന്നുന്നു. കലാഭവൻ മണിയുടെ പാട്ടൊക്കെ സാർ അടിപൊളിയായിട്ട് പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നല്ല പൊളി വൈബിൽ അടിച്ച് പൊളിച്ച് കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ 8:30 ആയപ്പോൾ തന്നെ നമ്മൾ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഈരാറ്റുപേട്ടയിലെത്തി. എന്തായാലും എല്ലാവരും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു ഗവി ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം.